എല്ലാവർക്കും ഡ്രീംസ് ലാൻഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഇൻഫോർമേറ്റീവായിട്ടൊരു വീഡിയോയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസിൻ്റെ ചർച്ചകൾ സജീവമായിരുന്നു. കഴിഞ്ഞ ദിവസം ആ ചർച്ചകൾക്കും അഭ്യൂഹങ്ങൾക്കും വിരാമം ഇട്ടുകൊണ്ട് അങ്കമാലി കുണ്ടന്നൂർ ഹൈവേയുടെ 3A നോട്ടിഫിക്കേഷൻ നാഷണൽ ഹൈവേ അതോറിറ്റി പുറത്തുവിട്ടിരിക്കുകയാണ്. നാഷണൽ ഹൈവേ 544നെയും നാഷണൽ ഹൈവേ 66നെയും ബന്ധിപ്പിക്കുന്ന ഈ അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് നിലവിലുള്ള കുണ്ടന്നൂർ അങ്കമാലി യാത്രാ ദൈർഘ്യം 1.5 മണിക്കൂറിൽ നിന്ന് 30 മിനിറ്റായി കുറയ്ക്കുമെന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റി അവകാശപ്പെടുന്നത്. 44.7 കിലോമീറ്ററാണ് ഈ ബൈപ്പാസിൻ്റെ മൊത്തത്തിലുള്ള ദൈർഘ്യം വരുന്നത്. കേരളത്തിൽ നിലവിലുള്ള മറ്റ് ഹൈവേ വികസനങ്ങളെല്ലാം തന്നെ നിലവിലുള്ള ഹൈവേയുടെ വീതി കൂട്ടുക അല്ലെങ്കിൽ നിലവിലുള്ള ഹൈവേയിൽ നിന്ന് ചെറിയ രീതിയിലുള്ള ബൈപ്പാസുകൾ കൊണ്ടുവരിക എന്നുള്ളതാണെങ്കിൽ ഇത് തീർത്തും പൂർണ്ണമായും പുതിയതായിട്ട് നിർമ്മിക്കുന്ന ഒരു വഴി തന്നെയാണ്. ഏകദേശം 290 ഹെക്ടർ സ്ഥലം, അതായത് 716 ഏക്കർ സ്ഥലമാണ് ഈ ഒരു വഴിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഏറ്റെടുക്കേണ്ടി വരിക. അതിൽ തന്നെ വീടുകളുണ്ട്, കൃഷിസ്ഥലങ്ങളുണ്ട്, വേക്കൻ്റായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ എല്ലാം കൂടി വലിയ ഒരു ഭൂമി ഏറ്റെടുപ്പാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഇവിടെ നടത്താനായിട്ട് പോകുന്നത്. ഓഗസ്റ്റ് 29 3A നോട്ടിഫിക്കേഷൻ വന്നതോടുകൂടി ഈ ഹൈവേ കടന്നു പോകുന്ന വഴിയിലെ ആളുകൾ തീർത്തും ആശങ്കയിലാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ 3A നോട്ടിഫിക്കേഷനിൽ നിലവിൽ സ്ഥലം ഏറ്റെടുക്കപ്പെടുന്ന സർവേ നമ്പറുകളും, അതായത് വില്ലേജ്, അതിൻ്റെ ബ്ലോക്ക് നമ്പർ, അതിൻ്റെ സർവേ നമ്പർ, ദെൻ ആ സർവേ നമ്പറിൽ നിന്ന് എത്ര സ്ഥലം വെച്ച് വരും എന്നുള്ള കണക്കുകൾ മാത്രമാണ് അവിടെ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആ സ്ഥല ഉടമയുടെ പേരോ അല്ലെങ്കിൽ സർവേ നമ്പറിലെ മറ്റ് ഡീറ്റെയിൽസോ ഒന്നും തന്നെ പുറത്തു വിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു സർവേ നമ്പർ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സർവേ നമ്പറിൽ തന്നെ ഒരുപാട് ആളുകളുടെ 5, 6, 7 ആളുകളുടെ ഉടമസ്ഥതയിലുള്ള ഭൂമികൾ ഉണ്ടാകും. അപ്പോൾ സർവേ നമ്പർ ഈ പറയുന്ന 3A നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ഭൂമി അതിൽ പെടണമെന്ന് ഇല്ല. 3A നോട്ടിഫിക്കേഷന് ശേഷം 21 ദിവസങ്ങൾക്ക് ശേഷം 3D നോട്ടിഫിക്കേഷൻ വരും എന്നാണ് പറയുന്നത്. ഈ 3D നോട്ടിഫിക്കേഷനിലാണ് ഇതിൻ്റെ വ്യക്തമായ ഒരു പിക്ചർ വരികയുള്ളൂ. ഈ സർവേ നമ്പറിൽ ഏതൊക്കെ ആളുകളുടെ എത്രയൊക്കെ ഭൂമി വെച്ച് വരും എന്നുള്ള വ്യക്തമായ പിക്ചർ വരിക ഈ പറയുന്ന 3D നോട്ടിഫിക്കേഷനിലാണ്. നമ്മൾ അന്വേഷിച്ചത് ഇപ്പോൾ നോർത്ത് പറവൂരിൽ ഇതുമായി ബന്ധപ്പെട്ട് ലാൻഡ് അക്വിസിഷൻ്റെ ഒരു ഓഫീസ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ നമ്മൾ സംസാരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ സെപ്റ്റംബർ മാസം 21 കൂടി തന്നെ 3D നോട്ടിഫിക്കേഷൻ വരും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നിലവിൽ ഈ പറയുന്ന 3A നോട്ടിഫിക്കേഷനിൽ നിങ്ങളുടെ സർവേ നമ്പർ പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിങ്ങളുടെ സ്ഥലം പോകാനുള്ള സാധ്യതകൾ ഏറെയാണ്. സർവേ നമ്പർ പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഭൂമി അതിൽ നിന്ന് പോവില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം. പക്ഷേ 3A നോട്ടിഫിക്കേഷനിൽ നിങ്ങളുടെ സർവേ നമ്പർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഭൂമിയും അതിൽ നിന്ന് എടുക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഈ വരുന്ന സെപ്റ്റംബർ 22 തന്നെ 3D നോട്ടിഫിക്കേഷൻ വരും. അതിൽ നിന്ന് വ്യക്തമായ ഒരു പിക്ചർ നമുക്ക് ലഭിക്കും. എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഈ 3A നോട്ടിഫിക്കേഷനിൽ സർവേ നമ്പർ പെട്ടിരിക്കുന്ന പല ആളുകൾക്കും സമാധാനം പോയി എന്നുള്ള കാര്യം നേരിട്ട് അറിയാവുന്നൊരു വിഷയമാണ്. കാര്യം കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കസ്റ്റമർ വിളിച്ചു. അദ്ദേഹത്തിന് കഴിഞ്ഞ വർഷം ഇതേ സമയം ഞാനൊരു പ്രോപ്പർട്ടി അങ്കമാലിയിൽ വാങ്ങിച്ചു കൊടുത്തതാണ്. അദ്ദേഹം എന്നെ വിളിച്ചു, എൻ്റെ വീട് പോകുന്നു, ഞാൻ അത്ര ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു പ്രോപ്പർട്ടിയാണ്, അത് ഹൈവേക്ക് വേണ്ടി പോവുകയാണ്, എന്താ വിമല ചെയ്യണ്ടേ എന്നൊക്കെ ചോദിച്ച് എന്നെ വിളിച്ചു. ഞാൻ പിന്നീട് അതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റഡി നടത്തുമ്പോഴാണ് മനസ്സിലാവുന്നത് അദ്ദേഹത്തിൻ്റെ വീടോ അദ്ദേഹത്തിൻ്റെ സ്ഥലമോ അതിനകത്ത് പെട്ടിട്ടില്ല. ആ സർവേ നമ്പർ അതിനകത്ത് പെടുന്നുണ്ടെങ്കിലും ആ ഹൈവേ കടന്നു പോകുന്നതിൻ്റെ ഏകദേശം ഒരു 100 മീറ്റർ ദൂരത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത്. ഒരു കണക്കിന് നോക്കിയാൽ ഈ ഹൈവേയിൽ നിന്ന് ഇനി 100 മീറ്റർ ദൂരത്തിലാണ് അദ്ദേഹത്തിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. എന്നിരുന്നാൽ പോലും ആശങ്കകൾ, ഒരുപാട് പേർക്ക് ആശങ്കകളുണ്ട്. അപ്പോൾ ആ ആശങ്കകൾ പരിഹരിക്കാനായിട്ട് ഈ സെപ്റ്റംബർ 21 വരെ പരിഹരിക്കാനായിട്ട് ഇപ്പം നമ്മുടെ മുമ്പിൽ ഒരേ ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. അത് നിലവിൽ നാഷണൽ ഹൈവേ അതോറിറ്റി പുറത്തുവിട്ട ഒരു ഡോക്യുമെൻ്റൊന്നും അല്ല. പക്ഷേ നാഷണൽ ഹൈവേ അതോറിറ്റി നടത്തിയ ഒരു സർവേയുടെ, അതായത് ഒരു ഡിജിറ്റൽ സർവേയുടെ, സാറ്റലൈറ്റ് സർവേയുടെ മാപ്പ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അത് എങ്ങനെ പുറത്തു വന്നു, എങ്ങനെ വന്നു എന്നുള്ള കാര്യം നമുക്ക് ആർക്കും തന്നെ അറിയില്ല. പക്ഷേ നിലവിൽ നമ്മളുടെ പ്രാദേശികമായ വാട്സപ്പ് ഗ്രൂപ്പുകളിലും അല്ലെങ്കിൽ സ്ഥലം പോകുന്ന ആളുകൾ രൂപീകരിച്ചിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലെല്ലാം ഈ ഒരു ലിങ്ക് അല്ലെങ്കിൽ ഈ ഒരു ഫയൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അത് പക്ഷേ KMZ എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലുള്ള ഒരു ഫയലാണ്. ആ ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മളുടെ വീടിൻ്റെ ഏത് വശത്തേക്കിടെയാണ് പോകുന്നത് എന്നുള്ളതെല്ലാം ഗൂഗിൾ സാറ്റലൈറ്റിൻ്റെ സഹായത്തോടെ കൃത്യമായിട്ട് വിവരങ്ങൾ നമുക്ക് ലഭിക്കും. പക്ഷേ ഇപ്പോഴും ഇത് ഫൈനൽ ആണോ എന്നൊന്നും നാഷണൽ ഹൈവേ അതോറിറ്റി പറഞ്ഞിട്ടില്ല, ഇത് ഒറിജിനൽ ആണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ നിലവിലുള്ള നമ്മളുടെ 3A നോട്ടിഫിക്കേഷനും അതേപോലെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ആളുകളോട്ട് സംസാരിക്കുമ്പോഴും അതേപോലെ ഇതുമായി ബന്ധപ്പെട്ട സർവേകൾ കടന്നുപോയ വഴികളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഈ ഒരു 3D അല്ലെങ്കിൽ ഈ ഒരു സാറ്റലൈറ്റ് മാപ്പ് വളരെ
കൃത്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പക്ഷേ ഈ സാറ്റലൈറ്റ് മാപ്പ് പല ആളുകളുടെ കയ്യിലും ഇപ്പോൾ ഗ്രൂപ്പുകൾ വഴിയും വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയൊക്കെ നിങ്ങളുടെ കയ്യിൽ ലഭിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ അത് എങ്ങനെ ഓപ്പൺ ചെയ്യണം, അതിൽ നിന്ന് നമ്മുടെ വീട് എങ്ങനെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം എന്ന് പലർക്കും അറിയില്ല. കാരണം അതൊരു KMZ എന്ന് പറയുന്ന നമുക്ക് പരിചിതമില്ലാത്ത ഒരു ഫോർമാറ്റ് ഫയലാണ്. അപ്പോൾ ആ ഫയൽ തുറന്ന് നമുക്ക് നമ്മളുടെ പ്രോപ്പർട്ടി ഇതിനകത്ത് പെട്ടിട്ടുണ്ടോ എന്ന് ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടു കൂടി എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഇത് ഒരിക്കലും നാഷണൽ ഹൈവേ അതോറിറ്റി ഒഫീഷ്യലായിട്ട് പബ്ലിഷ് ചെയ്ത ഒരു ഡോക്യുമെൻ്റ് അല്ല. ചിലപ്പോൾ അന്തിമമായിട്ട് വരുമ്പോൾ ചിലപ്പോൾ മാറ്റങ്ങളെല്ലാം വരാം. പക്ഷേ 99% ഈ ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു സർവേ ആയിട്ട് തന്നെയാണ് മാച്ച് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതൽ. ഇത് എങ്ങനെ പുറത്തു വന്നു, ഈ ഒരു മാപ്പ് എങ്ങനെ പുറത്തു വന്നു എന്നുള്ള കാര്യം നിലവിൽ ഇപ്പോഴും അറിയാത്തൊരു കാര്യം തന്നെയാണ്. നമുക്ക് ഈ ഫയല് കമ്പ്യൂട്ടർ വഴിയും മൊബൈൽ വഴിയും നമുക്ക് തുറന്ന് പരിശോധിക്കാവുന്നതാണ്. പക്ഷെ പരമാവധി കമ്പ്യൂട്ടർ വഴി നമുക്ക് തുറന്ന് പരിശോധിക്കുമ്പോൾ വളരെ വ്യക്തമായൊരു പിക്ചർ കിട്ടും. കാര്യം മൊബൈലിൻ്റെ സ്ക്രീൻ വളരെ ചെറുതാണ്. പ്രത്യേകിച്ച് ഗൂഗിൾ മാപ്പിൻ്റെ സാറ്റലൈറ്റ് മാപ്പൊക്കെ സൂം ചെയ്ത് വരുമ്പോൾ കുറച്ചുകൂടി അത് ചെറുതായിട്ട് നമുക്കൊരു വ്യക്തമായ പിക്ചർ കിട്ടില്ല. എന്നാലും മൊബൈൽ ഉപയോഗിച്ചും ഇത് തുറക്കാനായിട്ട് പറ്റും. പക്ഷെ കുറച്ചുകൂടി വ്യക്തമായൊരു പിക്ചർ ലഭിക്കുക നമുക്ക് കമ്പ്യൂട്ടർ വഴി ഇത് ഓപ്പൺ ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ കമ്പ്യൂട്ടർ വഴി തുറന്ന് നമ്മളുടെ വീടോ അല്ലെങ്കിൽ നമ്മളുടെ സുഹൃത്തുക്കളുടെ വീടോ അല്ലെങ്കിൽ നമ്മളുടെ ബന്ധുക്കളുടെ വീടോ ഇതിനകത്ത് പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ വഴി ഏതൊക്കെ വഴിയാണ് വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് നേരെ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് പോകാം. അപ്പോൾ ഈ ഹൈവേയുടെ സാറ്റലൈറ്റ് സർവേ മാപ്പ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ആദ്യം നിങ്ങൾ നിങ്ങളുടെ PC നിന്നും മൊബൈലിൽ നിന്നോ ഏതെങ്കിലും ഒരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഗൂഗിൾ ക്രോം ആണ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ കയ്യിൽ ഈ പറയുന്ന KMZ ഫയൽ നിങ്ങളുടെ കയ്യിൽ ഇല്ല, നിങ്ങൾക്ക് ഇതുവരെ വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ മറ്റ് സോഴ്സ് വഴിയോ ഒന്നും ഇത് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നമ്മളുടെ യൂട്യൂബ് വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തുകൊണ്ട് ഞാനൊരു ലിങ്ക്, ഗൂഗിൾ ഡ്രൈവ് ലിങ്ക് ഞാൻ വച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ഗൂഗിൾ ഡ്രൈവ് ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് വരും. അതിനകത്ത് ഞാൻ ഈ പറയുന്ന അങ്കമാലി ഹൈവേയുടെ 3A നോട്ടിഫിക്കേഷനും അതിൻ്റെ അലൈൻമെൻറ്റും മറ്റു കാര്യങ്ങളെല്ലാം ഞാനിവിടെ PDF ആയിട്ട് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് ഇവിടെ അപ്രൂവ്ഡ് 2D Max R4 അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് എന്ന് പറയുന്ന ഒരു KMZ ഫയൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ നേരെ അത് ഡൗൺലോഡ് ചെയ്യുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾക്ക് വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ മറ്റു സോഴ്സുകൾ വഴിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ വഴിയോ ഒക്കെ ഈ ഒരു ഫയൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ സാധനം ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഈ അപ്രൂവ്ഡ് 2D Max R4 അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് എന്ന് പറയുന്ന ഈ KZ ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നേരത്തെ വന്ന അതേ ഗൂഗിൾ ക്രോമിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വെബ് ബ്രൗസറിലേക്ക് പിന്നെയും വരിക. അവിടെ ഗൂഗിളിൽ നിങ്ങൾ ഈ പറഞ്ഞ KMS ഫയൽ വ്യൂവർ എന്നൊന്ന് സെർച്ച് ചെയ്യുക. ഞാനിവിടെ ഓൾറെഡി സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ കാണിക്കാം. KMS ഫയൽ വ്യൂവർ നിങ്ങൾ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരുപാട് വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് ഈ രണ്ടാമത് കിടക്കുന്ന KMSview.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ് എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയത്. നിങ്ങൾ നേരെ ആ സൈറ്റ് ഓപ്പൺ ചെയ്യുക. ആ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് വരും. അവിടെ ഓപ്പൺ എ ഫയൽ എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ ഈ ഓപ്പൺ എ ഫയൽ എന്ന് പറഞ്ഞ ഇതിൽ നിൽക്കുക. അതിനുശേഷം നമ്മൾ ഡൗൺലോഡ്സിൽ, ഇപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഡൗൺലോഡ്സിലാണ് ഈ ഫയൽ വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോൾഡറിലേക്ക് വയ്ക്കാം. ഇപ്പോൾ ഇവിടെ ഡൗൺലോഡ്സിൽ അപ്രൂവ്ഡ് 2D Max അങ്കമാലി കുണ്ടന്നൂർ എന്ന് പറയുന്ന ഈ ഒരു ഫയൽ വരുന്നുണ്ട്. ഇത് സെലക്ട് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഇത്രയും നിങ്ങൾ ചെയ്യുക. കുറച്ച് നേരം ഒരു 2-3 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു മാപ്പ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ കൃത്യമായിട്ട് നമുക്ക് കാണാം. ഇവിടെ കുണ്ടന്നൂർ, തൃപ്പൂണിത്തുറ, ഇവിടെ ഉദയംപേരൂർ കുറച്ചും കൂടി സൂം ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കുണ്ടന്നൂരിൽ നിന്ന് ഈ ഒരു ഹൈവേ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാം. ദെൻ ഇവിടെ എൻഡ് ചെയ്യുന്ന ആ ഒരു സ്ഥലം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കരയാമ്പറമ്പ്, അങ്കമാലി ഇതിവിടെ വന്ന് കയറുന്ന കാണാനായിട്ട് സാധിക്കും. കറക്റ്റ് ഇതുപോലെ സൂം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏതൊക്കെ സ്ഥാപനങ്ങൾ പോകുന്നുണ്ട്, ഏതൊക്കെ വഴികൾ പോകുന്നുണ്ട് എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ എൻ്റെ വീട് എന്ന് പറയുന്നത് കാഞ്ഞൂർ പാറപ്പുറമാണ്. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ ആ ഒരു പരിസരത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ പാറപ്പുറം ആ റോഡ്, വല്ലങ്കടവ് റോഡ്, അത് എവിടെ വെച്ചിട്ടാണ് ഇത് ക്രോസ് ചെയ്യുന്നത് എന്നൊന്ന് എനിക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ ആ ഒരു ഏകദേശം ലൊക്കേഷൻ എടുക്കുന്നു. ദെൻ നമ്മളുടെ ആ ഒരു കാഞ്ഞൂര് കാണുന്നു, പുതിയടം കാണുന്നു. ദെൻ പുതിയടത്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മളുടെ കാഞ്ഞൂര് പുതിയടം റോഡ് പോകുന്നത്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ സൂം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ സൂം ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് കാണാൻ പറ്റും ഏകദേശം ആ ഒരു സാറ്റലൈറ്റ് ഇവിടെയായിട്ട് നമുക്ക് ഈ ഒരു ലൈനിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നോക്കി കാണാൻ അറിയാം ഒരു ഷെഡ് പോലൊരു ഭാഗം. അത് നമ്മൾ ആ വഴികളിൽ സഞ്ചരിച്ചിരിക്കുന്ന ആളുകൾക്ക് അറിയാം. അവിടെ ഒരു ലാറ്റിൻ ചർച്ച് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഒരു ഷീറ്റ് വർക്കൊക്കെ ചെയ്ത ഒരു ചെറിയൊരു ലാറ്റിൻ ചർച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ലാറ്റിൻ ചർച്ചിൻ്റെ ഒത്ത നടുക്ക് വഴിയാണ്
ഈ ഒരു ഹൈവേ കടന്നു പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെ ഇതിൻ്റെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ വീടുകൾ പോകുന്നുണ്ട്, ഏതൊക്കെ വീടുകൾ ഇതിനകത്ത് പോകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഈ ഒരു മാപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു മാപ്പ് ഉപയോഗിച്ച് നമുക്ക് ജസ്റ്റ് സൂം ചെയ്യുക, സൂം ഔട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു ഹൈവേ ഏത് വഴിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഈ ഒരു മാപ്പ് നമുക്ക് എങ്ങനെ ലഭിച്ചു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുന്നു. പക്ഷെ നമ്മൾ കിട്ടിയ ഡാറ്റാസും അതുപോലെ ബന്ധപ്പെട്ട അധികാരികളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഇതിൻ്റെ തന്നെ ഒരു മാപ്പാണ്, ഇത് എക്സാക്ട് മാപ്പാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ ആധികാരികമായിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഇത്തരത്തിലൊരു ഡോക്യുമെൻ്റ് ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. അപ്പോൾ ഇത് ഏതെങ്കിലും തരത്തിൽ ചോർന്ന് ലഭിച്ചതാവാനാണ് സാധ്യത. എന്നാലും ഇപ്പോൾ ഈ പറഞ്ഞ എൻ്റെ സ്ഥലം പോകുമോ, എൻ്റെ വീട് പോകുമോ, എൻ്റെ സുഹൃത്തുക്കളുടെ വീട് പോകുമോ എന്നൊക്കെ ആശങ്കപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സംവിധാനം നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇനി അതിനൊന്നും സമയമില്ലെങ്കിൽ നമുക്ക് സെപ്റ്റംബർ 21 വരെ കാത്തിരിക്കാം. 3D നോട്ടിഫിക്കേഷന് വേണ്ടി കാത്തിരിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവായിട്ട് തോന്നി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇനിയിപ്പോൾ അത് അധികം വൈകാതെ തന്നെ അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസിൻ്റെ 3D നോട്ടിഫിക്കേഷൻ വരും. ഒരുപാട് ലീഗൽ റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ ലീഗൽ കൺസൾട്ടേഷൻ എല്ലാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരും. നിങ്ങളെ സഹായിക്കാനായിട്ട് ഡ്രീംസ് ആൻഡ് റിയാലിറ്റിയുടെ ലീഗൽ ടീം നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. ഫ്രീ ഓഫ് കോസ്റ്റിൽ നിങ്ങൾക്ക് വേണ്ട ലീഗൽ കൺസൾട്ടേഷൻ തീർച്ചയായിട്ടും ഞങ്ങൾ തരുന്നതാണ്. അതിനുവേണ്ടി നമ്മുടെ ഡെഡിക്കേറ്റഡ് ടീം ഇതിനുവേണ്ടി തീർച്ചയായിട്ടും നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാവും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ, സീ യു അഗൈൻ.